ചക്ക വരട്ടി ഉണ്ടാക്കാൻ നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് നല്ലത്. വരിക്കച്ചക്ക അല്ലെങ്കിൽ കൂഴച്ചക്ക ആയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ വരിക്കച്ചക്ക കൊണ്ടാണ് കേട്ടോ ചക്ക വരട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. കൂട്ടത്തിൽ മൂത്ത ചക്ക തന്നെ നോക്കി ഒരെണ്ണം പറിച്ചു. ഇത് കാണുമ്പം പച്ചച്ചക്ക പോലെയുണ്ട്, പക്ഷേ ഇത് പഴുത്തിട്ടുണ്ട്. കളറ് കുറച്ച് കുറവാണ്. പിന്നെ നന്നായിട്ട് മൂത്ത് പ്ലാവിൽ തന്നെ ഇരുന്ന് പഴുത്ത ചക്കയാണ്. നന്നായിട്ട് പഴുത്തിട്ടില്ല, പക്ഷേ അതിന് മധുരം ഉണ്ടായിരുന്നു. ഞാനിത് ഇന്ന് ചെയ്യാൻ വേണ്ടിയല്ല, ചക്ക വരട്ടി നാളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ക്ലീൻ ചെയ്യുന്നത്. നാളെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി മധുരം വരും. പുറത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അടുപ്പിലാണ് ചക്ക വരട്ടി റെഡിയാക്കുന്നത്. ചക്ക മിക്സിയിൽ അരച്ചിട്ട് ഞാൻ കുറച്ച് മിക്സിയിൽ അരച്ചെടുത്തു, ബാക്കി കുറച്ച് കട്ട് ചെയ്തു. കംപ്ലീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടും. ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രം അരിഞ്ഞിട്ടു, ബാക്കിയൊക്കെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. എന്നിട്ട് ഉരുളിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ചക്ക ഒന്ന് കുക്കാവും. അപ്പോൾ ചക്ക ഒന്ന് കുക്കായി വരുമ്പം നമുക്കത് മനസ്സിലാവും, കളറൊന്ന് ചേഞ്ച് ആവും. തീ അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു സ്റ്റേജിൽ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കൊന്ന് ചക്ക ഒന്ന് കുക്കായി തോന്നുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കാം. ശർക്കര കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ചക്ക വരട്ടി 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ പുറത്തിരിക്കുന്ന, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പറയുന്നത്. അപ്പം നമുക്ക് കുറച്ചധികം ശർക്കര ഒഴിക്കുകയാണെങ്കിൽ, ശർക്കരപ്പാനി ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് കുറച്ചുകൂടി നീണ്ടു കിട്ടും. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കര അതിൻ്റെ ചക്കയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ അത് ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചക്ക കട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്. കട്ട് ചെയ്തിടുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചക്ക നമ്മൾ കുക്കായി വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കത്തില്ല. അത് അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ, കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ച് കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. ഞാൻ പൊട്ടിത്തെറി ഇച്ചിരി കൂടുതലായപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ബാക്കി ഭാഗം ഇളക്കിയത്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ജലാംശമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇത് കുക്കായിട്ടില്ല. കുക്കായാൽ ഇങ്ങനെ തവിയിൽ നിന്ന് വിട്ടു പോരത്തില്ല ചക്ക, അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ അടിയിൽ പിടിക്കും. അതിനിടയിൽ ഞാൻ കുറച്ച് ചുക്കുപൊടിയും നമ്മുടെ ഏലക്കാപ്പൊടിയും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ മറന്നു, വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം. ഇത് ഈസിയാണ്, ചെയ്യാൻ ഈസിയാണ്, പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഇതിന് മീൻസ് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. ഇതിങ്ങനെ ആ ഒരു ചക്കവരട്ടിയുടെ ഫോമിലേക്ക് എത്താൻ ഇച്ചിരി സമയം എടുക്കും. നമ്മൾ കുറച്ച് പണിയുണ്ട്, ഇതിന് അധ്വാനിക്കേണ്ടി വരും. ഇപ്പം ഞാൻ മറ്റേ ചുക്കുപൊടിയും ഏലക്കാപ്പൊടി എടുക്കാൻ പോയ സമയത്ത് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു. പക്ഷേ കുഴപ്പമില്ല, ഞാനത് പിന്നെ ഇളക്കി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ജാമിൻ്റെ ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെ ആ ഒരു ഉരുളിയിൽ നിന്ന് വിട്ടിങ്ങി പോരും, ഉരുളിയിൽ പിടിച്ചിരിക്കത്തില്ല അത് കുക്കായി കഴിഞ്ഞാൽ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വരുന്നത്. ആ ഒരു ജാമിൻ്റെ പരുവത്തിലാവും. പിന്നെ നമുക്ക് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് കണ്ടെയ്നറിലോ ഏതിൽ വേണേലും ഇട്ട് സൂക്ഷിക്കാം.